KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൺ യാത്രയിൽ പങ്കെടുക്കാത്ത ജില്ലാ ഭാരവാഹികൾക്കെതിരെ കൂട്ട നടപടി. 12 ജില്ലകളിൽ നിന്നായി 210-ലധികം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നതിന്റെ കാരണം അറിയിക്കണം എന്നതും ഉണ്ടായിരുന്നു. നടപടിയായിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും ഭാരവാഹികളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. KSUവിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കണക്ക് ഇങ്ങനെയാണ്: കാസർഗോഡ് 30, കണ്ണൂർ 17, കോഴിക്കോട് 30, വയനാട് 45, മലപ്പുറം 40, പാലക്കാട് 18, തൃശൂർ 12 എന്നിങ്ങനെ ഒരു കണക്കാണ്. അതൊരു പ്രാഥമിക കണക്കാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നടത്തുന്ന ക്യാമ്പസ് ജാഗരൺ യാത്ര അത് ജില്ലകൾ പിന്നിട്ട് ഓരോ ജില്ലകളിലേക്കും എത്തിച്ചേരുമ്പോൾ അത് പൊളിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തുന്നുവെന്ന ആക്ഷേപമാണ് ഔദ്യോഗിക അലോഷ്യസ് സേവ്യറിന്റെ പക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള നീക്കങ്ങൾ അലോഷ്യസ് സേവ്യറിനെതിരെ നടത്തുന്നു. പങ്കാളിത്തം കുറയ്ക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിൽ. ഇതിനെതിരെ ശക്തമായ നടപടി KSUവിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നടപടി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ലഹരിക്കെതിരായുള്ള യാത്ര ഓരോ ജില്ലകളിലെത്തുമ്പോൾ കൂടുതൽ നേതാക്കളെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. യാത്ര തിരുവനന്തപുരത്താണ് സമാപിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലൊക്കെ എത്തിച്ചേരുന്ന സമയത്ത് കൂടുതൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അനുജ, ശരി. ക്യാമ്പസ് ജാഗരൺ യാത്രയിൽ പങ്കെടുക്കാത്ത KSUവിന്റെ ജില്ലാ ഭാരവാഹികൾക്കെതിരെയാണ് കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നത്. 210-ലധികം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. KSUവിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം വലിയൊരു നടപടിയിലേക്ക്, കൂട്ട നടപടിയിലേക്ക് കടക്കുന്നത് ആദ്യമായാണ് എന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയ വിവരം.